ഫ്രണ്ട്സ്, എന്തൊക്കെയൊരു വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഇക്കും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനാണ് ആദ്യം പോകല്. രാവിലത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ വേഗം തീർത്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പറയണേ. അപ്പം ഇനി ഷോപ്പിൽ പോയിട്ട് ബാക്കിയുള്ളത് കാണാം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഷോപ്പിൽ പോകാം കേട്ടോ. ചായ കുടിച്ചു. ഇവിടെ പട്ടേസിൽ പണി നടക്കുന്നു. ടൈൽസിൻ്റെ പണി ഷോപ്പിലോട്ട് എത്താനായിട്ടോ. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി കേട്ടോ. ഇനി എന്നും ചെയ്യണ പോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആരും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഇനി ക്ലീനിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. മോന് മദ്രസ പോകണം കേട്ടോ. എനിക്ക് ചായ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ ഷോപ്പിൽ പോയിട്ട്. അപ്പോൾ ക്ലീനിങ് തുടങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മോന് മദ്രസ ഇട്ട് വന്നപ്പോൾ എനിക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ചായ എടുത്തിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ ഞാൻ ഓർക്ക് ചോറ് കയറണേ ചായ കൊടുത്തിട്ടുണ്ട്. ഇന്ന് പുട്ടാണ് കേട്ടോ. പുട്ടും പഞ്ചസാരയും ഇട്ടുകൊണ്ടാണ്. കറി മുട്ടക്കറി വെച്ചിരുന്നു. പക്ഷെ ഒരു കറി കൂട്ടുന്നില്ല. ഞാൻ കുറേ പറഞ്ഞു കറി കൂട്ടുന്നില്ല. അപ്പോൾ മോന് ചായ എടുത്തിരുന്നു. അപ്പോൾ ഞാൻ നേരെ പോവാണ്. ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഷോപ്പിലെത്തിയിട്ട് വീണ്ടും കാണാം.
അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിനിടയിൽ ഒരു കസ്റ്റമർ വന്ന്. പിന്നെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പാദസരം, ബ്രേസ്ലെറ്റ്, മാല, പിന്നെ വലിയൊരു മാല, ചെറിയ മാല, അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാദസരങ്ങളാട്ടോ. ഇത് ഈ ബ്ലാക്കിലൊക്കെ വരുന്നത്, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളത്, പിന്നെ ഇതൊക്കെ പാദസരങ്ങളാണ്. പിന്നെ ഫാൻസി മാലകൾ ഇതൊക്കെ, പിന്നെ വലിയൊരു മാല പറയണത് ഇത്, പിന്നെ ഇതൊക്കെ അവിടെ നിന്നിട്ടൊക്കെ ചെറിയ ആൾക്കാർ കേട്ടോ, ചെറിയ കുട്ടികൾക്ക്. പിന്നെ ബ്രേസ്ലെറ്റുകൾ കേട്ടോ, സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്. അത് നോക്കിട്ടോ, ഒക്കെ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ റേറ്റ് കുറവാട്ടോ, 130, 120 ആ ഒരു റേറ്റുള്ളൂ. പിന്നെ ഈ പ്ലെയിനായിട്ട് ഇങ്ങനെ ചെറിയ കല്ലില്ലാത്തൊക്കെ ആണെങ്കിൽ 90, പിന്നെ 80, ഇത് 80 അങ്ങനെ വരുന്നുണ്ട്. ഇത് 70 ചെറിയ കുട്ടികളുടെ. പിന്നെ അതുപോലെ ഇതൊക്കെ ബ്രേസ്ലെറ്റാണ്, കൈമേൽ ഇടണേ, 90 രൂപ. അങ്ങനെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അതേപോലെ ചീപ്പ് റേറ്റാണ്. ടൗണിലൊക്കെ പോകുകയാണെങ്കിൽ നല്ലോണം അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം. ഇവിടെ ഒക്കെ ആകുമ്പോൾ ചെറിയൊരു റേറ്റിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ പുതിയ വന്നാട്ടോ. ഞാൻ ഒരിക്കൽ ലൈവിൽ കാണിച്ചിട്ടുണ്ട്, ലൈവിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. റിങ്ങൊക്കെ ഇതൊക്കെ 20 രൂപ, ഇത് 20. ഇതൊരു റോസ് ഗോൾഡ് ആട്ടോ. അത് ഫോണിൽ അത്ര രീതിയിൽ കാണുന്നില്ല. റോസ് ഗോൾഡ് ആട്ടോ, നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? റോസ് ഗോൾഡ് കേട്ടോ, റോസ് ഗോൾഡാണ്. ഇത് റോസ് ഗോൾഡാണ്. ഇത് സിൽവറിൽ വരുന്ന കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയിൽ കാണുന്നത്. ഇതൊക്കെ 20 രൂപ ഉള്ളൂ. പിന്നെ ഇതും അതുപോലെ തന്നെ 20 രൂപ ഉള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല സിൽവർ, അതിൻ്റെ നേരെ റോസ് ഗോൾഡ്. പിന്നെ ഇതും അതേപോലെ തന്നെ പ്ലെയിനായിട്ട് ചെറിയ കല്ലൊക്കെ ആയിട്ട് ഇതെല്ലാം രസമുണ്ട് കാണാൻ. പിന്നെ ഇതുപോലെ തന്നെ ഇതും ഫ്ലവർ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെ 20 രൂപ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് കുറച്ച് റേറ്റ് കൂടിയാണ്, കാരണം ഇത് അധികം പെട്ടെന്ന് കളർ പോകാത്തായിട്ടാണ്. ഇത് ഈ റോഡ് ഗോൾഡ് അറിയില്ലേ, അതാണ് നമ്മൾ എന്താണ് പറയുക, മുക്കിച്ചെടുക്കൂലേ, അങ്ങനത്തെയാണ്. ഇത് കുറച്ച് റേറ്റ് ഉണ്ട്, 60 രൂപയാണ്. പക്ഷേ ഇവിടെ റേറ്റ് കുറവാട്ടോ. നേരെ കുറച്ച് അങ്ങാടി പോയി വാങ്ങിക്കണമെങ്കിൽ അത്യാവശ്യം 100 സംതിങ് കൊടുക്കണം. ഇത് നല്ലൊരു റിങ് കേട്ടോ. എന്നിട്ട് ഫോക്കസ് ചെയ്തിട്ടോ, നല്ല രസമുള്ള റിങ്ങുകളാണ്. ഇതൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള റിങ്ങുകളാണ്. പിന്നെ ഇത് കുറച്ച് വർക്കുകളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇത് തന്നെ പ്ലെയിൻ ആയിട്ട്, സോറി ഇതും പ്ലെയിൻ ആയിട്ടുള്ള കേട്ടോ. ഇതൊക്കെ 20 രൂപയാണ്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് ബോയ്സിൻ്റെ കേട്ടോ, അഡ്ജസ്റ്റബിൾ ആണ്. ഇത് 10 രൂപ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. ഇത് 10 രൂപ, ഇത് 20 കേട്ടോ. ഇതൊക്കെ ബോയ്സിൻ്റെ കേട്ടോ, ചെറിയ കുട്ടികളത്. ഇതൊക്കെ 20 രൂപ ഉള്ളൂ കേട്ടോ. അതേപോലെ കേട്ടോ, മറ്റേ ചോക്കർമാരല്ലേ, കുട്ടികൾ ഫ്രോക്കിൻ്റെ അവിടെ കെട്ടുകൊടുക്കാം. ഫ്രോക്ക് ഇട്ടിട്ട് ഇതൊക്കെ ഈ മാലൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ നല്ല രസം ഉണ്ടാവും കാണാൻ. ഇത് കുറച്ച് വർക്കായിട്ടുള്ളത്, പിന്നെ അതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ളതാണിത്. ഇത് 40 രൂപ, ഇത് 60 രൂപ. ഇത് നല്ല രസം കേട്ടോ കാണാൻ, പ്ലെയിൻ ആയിട്ടുള്ളത്. അതുപോലെ സ്റ്റോണുള്ള കമ്മലുകളാട്ടോ, ജിമിക്കി ഉണ്ട്, സ്റ്റോണുള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ പുതിയ വന്നാട്ടോ ഈ ഹാർട്ട് ഷേപ്പിൽ വേണ്ടത് 120, ഇത് 90, ഇത് 120, ഇത് 30 രൂപ കേട്ടോ. ഈ വൈറ്റ് സ്റ്റോൺ തന്നെ. ഇത് നേരത്തെ നമ്മൾ കണ്ടേ ആ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ കമ്മലുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു മെറൂൺ. ഇത് നമുക്ക് പുതിയ വന്ന കളക്ഷൻസ് ആട്ടോ. പിന്നെ ഹൈസ്കൂളും LP സ്കൂളും ഇല്ല, അതേപോലെ LKG UKG ഒന്നും ഇല്ല. UP സ്കൂളുണ്ടെന്ന്. പിന്നെ അതിനോടെങ്കിലും ഉമ്മ വിളിച്ച് ഉമ്മാനെ വിളിച്ച് സംസാരിച്ച്, പിന്നെ കസ്റ്റമർ വന്ന്, അങ്ങനെ ഒരുപാട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്തെ റൂമത്തെ കോട്ടേഴ്സത്തെ ഇവിടെ പണിയാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഓണർ താത്ത വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടുക്കും ഒഴിവാക്കാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ കുഴൽ വെള്ളമെന്ന് പറഞ്ഞില്ലേ, കുഴൽ വെള്ളം ആയതുകൊണ്ട് ബാത്റൂമൊക്കെ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവണേ ഇല്ല. ആ വെള്ളത്തിൻ്റെ കറ പിടിച്ചിട്ട്. ഇപ്പോൾ കിണറുണ്ട്, കിണറിൽ ഇഷ്ടം പോലെ വെള്ളത്തിനൊന്നും ഒരു പഞ്ചമില്ല. ഇപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു കാക്കാനോട്, കിണർ വെള്ളമാണ് ആക്കളി, മറ്റേത് എത്ര ബുദ്ധിമുട്ട് വരുമ്പോൾ കുഴൽ വെള്ളം എടുത്താൽ പോരേന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആക്കാൻ നല്ല സുഖമാണ്, എന്നാൽ അങ്ങനെ കറ പിടിക്കൊന്നും ചെയ്യൂല. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പണിയുണ്ട്, പണിക്കാരും ഉണ്ട്. പിന്നെ ഞാൻ ഇനി എങ്ങനത്തെ വീഡിയോസാണ് ഇടേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ.
കാരണം ഞാൻ അധികം ലൈവും ഷോർട്ട് വീഡിയോസാണ് അധികം ഇടല്. ലെങ്ത്തുള്ള വീഡിയോ കുറച്ച് ഈച്ചിടലുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. 12:15 കഴിഞ്ഞു. നേരെ കാക്കാക്ക് ഇന്ന് കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കാക്ക ഇന്ന് കല്യാണത്തിനൊക്കെ പോയി. അതെനിക്ക് നേരെ വൈകിയത്. അപ്പോൾ ഇനി അങ്ങനെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. ഇവിടെ അടുപ്പൊക്കെ ഇതാക്കി തന്നില്ല, അതിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കവുത്തൊക്കെ ആകെ മണ്ണും ചളിക്കണം. അവരൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് അങ്ങനെ ചോറ് തിന്നാനും തുടങ്ങിയിട്ടോ. ക്ലീനിങ് കുറച്ച് കഴിഞ്ഞു. അങ്ങനെ ചോറ് തിന്നാനും പപ്പടം, ചോറ്, കറിയൊന്നുമില്ല. ഇന്നലത്തെ ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതാണ്. കറിയൊന്നുമില്ല. കറി വൈകുന്നേരം തക്കാളി കറി വെക്കണം. പപ്പടം കൂട്ടിയിട്ട് അങ്ങനെ ചോറ് തിന്നാണ്. ഒരു പപ്പടം ഉള്ളൂ. ഇവിടെ അടുപ്പ് ശരിയാക്കുന്നുണ്ട്. അടുപ്പ് പറഞ്ഞാൽ അത് ഇനി അടുപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആകെ അവിടെ ഫുള്ള് മണ്ണും പൊടിയൊക്കെ. കുട്ടികളൊക്കെ ചോറുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചോർത്തിട്ടുള്ളൂ. ഇതേപോലെ വൈകുന്നേരം തക്കാളിക്കറിയും കോഴിമുട്ട എന്തെങ്കിലും പൊരിക്കും. ചോറ് നേരിട്ട് കാണാം കേട്ടോ. ഫുഡ് കഴിക്കലും നിസ്കാരം എല്ലാം കഴിഞ്ഞ് കുട്ടികളോട് ഞാൻ ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരെ പോവാം കേട്ടോ, ഷോപ്പിലോട്ട് പോവാണ്. ഞാനേ അടുക്കള ഭാഗത്ത് വാതിൽ പുറത്ത് കുത്തിയിട്ടുണ്ട്, അല്ലാതെ ഇവർ പുറത്തിറങ്ങും. അങ്ങനെ അല്ലെങ്കിൽ അപ്പം പുറത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങാൻ പറഞ്ഞോളൂ. ചോറൊക്കെ കൊടുത്തു. ഇനി ഉറങ്ങൂല, കുറച്ച് നേരം ഉറങ്ങും. ഞാൻ ഷോപ്പിലോട്ട് പോട്ടെ കേട്ടോ. അപ്പുറത്ത് പണിക്കാരുണ്ട്. അപ്പോൾ അതാട്ടോ വീഡിയോ എടുക്കാത്തത്. ഇനി ഷോപ്പിൽ പോയിട്ട് ബാക്കി ഞാൻ പോവണ സമയമാവാനായിട്ടോ. 5:15 സമയം. ഞാൻ കുറച്ച് നേരം ഉച്ചക്ക് ലൈവ് പോയിരുന്നു. പിന്നെ ഞാൻ മറന്നുപോയി, വീഡിയോൻ്റെ കാര്യം തന്നെ മറന്നുപോയി. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ കണ്ടിരുന്നു. പിന്നെ കുറച്ച് കസ്റ്റമർ വന്നു. ഇന്ന് അത്യാവശ്യം കസ്റ്റമറൊക്കെ വന്നോളൂ കേട്ടോ ഉച്ചക്ക്. അപ്പോൾ ഇനി നേരെ വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ കാണിക്കാം കേട്ടോ. ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീഡിയോ എടുക്കും. ഇനി അപ്പം ആ സമയത്ത് കാണാം. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അത് റോഡിലോട്ട് പോകാൻ അങ്ങനെ വന്ന് ചായക്ക് വെള്ളം വെച്ചു എന്നിട്ടാലും ചായക്ക് വെള്ളം വെച്ചു. ഇനി വൈകുന്നേരത്തെ ഒരു പടമുണ്ട്, ചോറുക്കലൊക്കെ. ഇനി ഇവിടെ തുടക്കണം, വൃത്തിയാക്കണം. പിന്നെ ചായ ഞാൻ കറണ്ട് അടുപ്പിലാണ് വെച്ചിരുന്നത്. കറണ്ട് അടുപ്പിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അല്ല, അപ്പം അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. നിസ്കാരം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് വന്നപ്പോൾ പണിയോട് പണി കഴിഞ്ഞ് വൈകുന്നേരം. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഓണർ താത്തയും പിന്നെ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു. അവർ അടുക്കളയിൽ ആ മറ്റേ അടുപ്പ് മൂടല്ലേ, അപ്പം അതിന് അകത്തൊക്കെ ഫുള്ള് മണ്ണും ഇതൊക്കെ ആയിരുന്നു. അപ്പൊക്കെ വൃത്തിയാക്കി. പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബെഡൊക്കെ ഒഴിവാക്കി. ഒരു കേടുന്നൊരു ബെഡ് ഉണ്ടായിരുന്നു, ആകെ പൊട്ടിപ്പൊളിഞ്ഞ ബെഡ്. അത് ഞാൻ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. പിന്നെ അവിടുത്തെ മേശ ഒഴിവാക്കി. അങ്ങനെ കുറേ പണി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഇപ്പോഴാണ് നിസ്കരിച്ചത്. ഇനിയിപ്പോൾ ഇശാ വാങ്ങി കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ് കുളിയെ കഴിഞ്ഞ് വന്നപ്പത്തിന് ഒരു ഇതായി. അപ്പോൾ ഇന്ന് കറി പരിപ്പ് കറി കേട്ടോ. പിന്നെ അതേപോലെ ചിക്കൻ കറി ഞാൻ വെച്ചില്ല, കാരണം ചിക്കൻ കറി വെക്കാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വെച്ചില്ല. അത് കുറച്ചെടുത്തിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞളും മുളകും ഗരം മസാലയും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതാണ്. പിന്നെ പരിപ്പ് കറി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ പോയത്. ഇപ്പോൾ ബാങ്ക് ഇപ്പോൾ കൊടുക്കും, 7:45 ആകുമ്പോൾ കൊടുക്കും. 7:45 ഒരു 7:40 ആകുമ്പോൾ കൊടുക്കും. ഇപ്പോൾ സമയം 7:30 ആവാനായി. 7:05 മിനിറ്റായി.
അപ്പോൾ ഇനി ഞാൻ കൂടുതൽ ലെങ്ത് ആക്കണില്ല, അത്ര ഉള്ളൂട്ടോ ഞാൻ വീഡിയോ എടുക്കണത്. അപ്പോൾ ഇനി എന്താ പറയുക, ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുക്കണില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.